السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 14ാമത്തെ ദിവസം നോമ്പുകാരായി നാം നിലകൊള്ളുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളും നമ്മുടെ തറാവീഹ് അടക്കമുള്ള സർവ്വ നമസ്കാരങ്ങളും അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് അതിഥി സൽക്കാരം എന്നുള്ളത്. അതിഥി സൽക്കാരത്തിന് ഏറ്റവും മാതൃക വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സൽക്കാരത്തെ പറ്റിയാണ്. സൂറത്തു ദാരിയാത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف فبشروه بغلام حليم. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സൽക്കാരത്തെ പറ്റി എന്തേ നബിയെ തങ്ങളൊന്നും ചിന്തിക്കാത്തത്? ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്കറമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സൽക്കാരത്തെ പറ്റി തങ്ങൾക്ക് വിവരമെത്തിയില്ലയോ? ഇത് ദഖലു അലൈഹി ഫഖാലു സലാമ. ഒരു കൂട്ടം മലക്കുകൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ കടന്നു വരികയും അദ്ദേഹത്തോട് സലാം ചൊല്ലുകയും അപരിചിതരാകുന്ന ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം അടക്കിക്കൊണ്ട് തന്റെ കുടുംബക്കാരിലേക്ക് കടന്നു ചെന്ന് തന്റെ വീട്ടുകാരിലേക്ക് കടന്നു ചെന്ന് നല്ല ഒരു പശുക്കുട്ടിയെ അറുത്ത് അതിനെ പൊരിച്ച് അവരുടെ മുന്നിൽ സൽക്കാരത്തിനായി അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അവരോടായി അദ്ദേഹം പറഞ്ഞു, അലാ തഅകുലൂൻ, എന്തായി നമുക്ക് കഴിക്കുകയല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവബഹുലമായ ചരിത്രമായി ലോകരെ പഠിപ്പിക്കുക. പരിചിതമായ ആളുകളല്ല വീട്ടിൽ വന്നത്, എന്നിട്ട് പോലും അവർക്ക് സുഭിക്ഷമായി ആഹാരം നൽകുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നദ്ധനായി എന്നുള്ള പാഠമാണ് ഈ ചരിത്രത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഭക്ഷണം ആവശ്യമായി ആര് വന്നാലും ഏത് വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അവരെ മാന്യമായ രീതിയിൽ സൽക്കരിക്കാൻ ലോകത്തിന് മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുക. അഥവാ ഈ ഒരു ശൈലിയാവണം മുഅ്മിനീങ്ങളുടെ ശൈലി. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നോമ്പ് തുറ സൽക്കാരം കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് വേണ്ടി നോമ്പ് തുറന്നവർ നല്ല ഒരു പ്രാർത്ഥന നിർവഹിക്കൽ അനിവാര്യമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ സൽക്കാരം സ്വീകരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നബി തങ്ങൾ പ്രാർത്ഥിച്ച ദുആ സ്വഹാബത്ത് പരിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഫ്തറ ഇൻദകുമുസ് സായിമൂന വഅകല തആമുകുമുൽ അബ്റാർ വസല്ലത അലൈകുമുൽ മലായിക. നിങ്ങളുടെ ഭക്ഷണം നോമ്പുകാർ ഭക്ഷിച്ചുകൊള്ളട്ടെ, അഥവാ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഹേതുവാകട്ടെ. വസല്ലത അലൈകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളുടെ മേൽ പ്രാർത്ഥിക്കട്ടെ. മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുന്ന ഒരു കുടുംബമായി അല്ലാഹു നിങ്ങളെ പരിലസിപ്പിക്കട്ടെ എന്നുള്ള മഹത്തരമാകുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ബിൻ ഉബാദയ്ക്കും കുടുംബത്തിനും നൽകിക്കൊണ്ട് പ്രവാചകൻ യാത്ര തിരിക്കുകയാണ്. ഈ ഒരു പ്രാർത്ഥനയുടെ വചനം നാം ഏവരും പഠിച്ചു വെക്കുക. അഫ്തറ ഇൻദകുമുസ് സായിമൂന വഅകല തആമുകുമുൽ അബ്റാർ വസല്ലത അലൈകുമുൽ മലായിക. ഈ മഹത്തരമാകുന്ന പ്രാർത്ഥന മുത്തുനബിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.